ഇന്നലെ നമ്മൾ വായിച്ചു കേട്ട സുവിശേഷ ഭാഗം സഖറിയയ്ക്ക് ദൂതൻ പ്രത്യക്ഷപ്പെട്ടതാണ്. അപ്പോൾ സഖറിയയ്ക്ക് ഒത്തിരി സംശയങ്ങളുണ്ടായിരുന്നു. സഖറിയയ്ക്ക് ക്ലാരിഫിക്കേഷൻസ് കിട്ടിയില്ലെന്ന് മാത്രമല്ല, മ്യൂട്ടായിപ്പോയി. അയാൾ സംശയിക്കാൻ പാടില്ലായിരുന്നു, കാരണം പുരോഹിതനല്ലേ. അതുകൊണ്ട് തന്നെ ഇന്നലെ നമ്മൾ റിഫ്ലക്ഷനിൽ കേട്ടത് അച്ഛന്മാർക്കും സിസ്റ്റേഴ്സിനുമുള്ള ഒരു റിഫ്ലക്ഷനായിരുന്നു. അവർക്ക് സംശയിക്കാൻ അവകാശമില്ല എന്ന ഓർമ്മപ്പെടുത്തലായിരുന്നു. എന്നാൽ ഇന്ന് മറിയത്തിന് ദൂതൻ പ്രത്യക്ഷപ്പെടുകയാണ്. സഖറിയയെ പോലെ മറിയത്തിന് സംശയമുണ്ട്. എന്നാൽ മറിയത്തിന് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യപ്പെട്ടു എന്ന് മാത്രമല്ല, സ്ട്രെങ്തൻ ചെയ്തു, പറഞ്ഞു കൊടുത്തു, കാര്യങ്ങൾ വിശദമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് എംപവർ ചെയ്തു. ദൂതൻ വളരെ ഓക്കെ ആക്കിയിട്ടാണ് അവിടെ നിന്ന് മാഞ്ഞു പോയത്. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ വിചിന്തനം അച്ഛന്മാർക്കും സിസ്റ്റേഴ്സിനും വേണ്ടിയുള്ളതല്ല, എല്ലാ സാധാരണ വിശ്വാസികൾക്കും വേണ്ടിയിട്ടുള്ളതാണ്. ഈ സാധാരണ വിശ്വാസികൾ എപ്പോഴും ചിന്തിക്കേണ്ടത്, നമുക്ക് സംശയങ്ങളുണ്ടാകും. കാരണം നിങ്ങളുടെ ജീവിതത്തിൻ്റെ വ്യഗ്രതകൾ അങ്ങനെയാണ്. കുടുംബമുണ്ട്, മക്കൾ, മാതാപിതാക്കൾ, പ്രശ്നങ്ങൾ, ജോലിസ്ഥലം, ഇങ്ങനെ ഓടി നടക്കുമ്പോൾ ചിലപ്പോഴൊക്കെ ദൈവത്തിൽ അത്രത്തോളം എത്തി നിൽക്കാൻ പറ്റില്ല. ചില സംശയങ്ങളുണ്ടാവും, ജീവിതത്തിലുണ്ടാകുന്ന വേദനകളുണ്ടാവും, മനസ്സിലാകാത്ത ചില ചോദ്യങ്ങളുണ്ടാവും, ഇനി എങ്ങനെ മുന്നോട്ട് പോകുമെന്നുള്ള ആശയക്കുഴപ്പങ്ങളുണ്ടാവും. അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ചോദിക്കണം. സഖറിയയ്ക്ക് ചോദിക്കാൻ അവകാശമില്ല. അതേ കണക്ക് പുരോഹിതർക്കും സന്യസ്തർക്കും ചോദിക്കാൻ അവകാശമില്ല. കാര്യം അവർ ദൈവത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചതിൻ്റെ ചില ശ്രേഷ്ഠമായ ജീവിതാനുഭവങ്ങൾ അവർക്കുണ്ടാകണം. എന്നാൽ സാധാരണ വിശ്വാസികളായവർക്ക് ജീവിതത്തിൻ്റെ ഓരോ മല്ലിടലിൻ്റെ ഇടയിലും അവർ ദൈവത്തോട് ചേർന്നിരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒത്തിരി സംശയങ്ങളുണ്ടാകുമ്പോൾ ചോദിക്കണം. പറഞ്ഞു തരാൻ ദൂതൻ ഇടപെടൽ നടത്തും. അതാണല്ലോ നമ്മൾ കാണുന്നത്. സഖറിയയ്ക്ക് എക്സ്പ്ലനേഷൻ കിട്ടിയില്ല എന്ന് മാത്രമല്ല, അയാൾ അത്രയും നാളും ആ സംശയത്തിൻ്റെ പേരിൽ അയാൾ മ്യൂട്ടായിപ്പോയി. എന്നാൽ മറിയത്തിന് എല്ലാ എക്സ്പ്ലനേഷനും പറഞ്ഞു കൊടുത്തു. കാരണം അവളൊരു സാധാരണ പെൺകുട്ടിയാണ്, അവൾക്ക് അത്രത്തോളം എത്തി നിൽക്കാൻ പറ്റില്ല. സഖറിയ അൾത്താരയോട് ചേർന്നിരിക്കുന്ന ആളാണ്. അയാൾ കുറച്ചും കൂടി അയാളുടെ ജീവിതശൈലി കൊണ്ട് ഉന്നതത്തിലാണ്. അതുകൊണ്ട് തന്നെ ഈ വ്യത്യാസമുള്ള ചില ഇടപെടലുകൾക്കിടയിലും ഒരാൾക്ക് സംശയങ്ങൾ ചോദിക്കാൻ അവകാശമുണ്ട്. അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ജീവിതത്തിലുണ്ടാകുന്ന ഓരോ ദൈവത്തിന് ഇടപെടലും ഒരു അൾത്താരയുടെ മുമ്പിൽ ചെന്ന് മുട്ടുകുത്തി നിന്ന് ആ ദൈവത്തോട് ചോദിക്കണം. സംശയങ്ങൾ നിവാരണം ചെയ്യണം. എവിടെയാണോ നമ്മൾ നിൽക്കുന്നത്, എവിടെയാണോ ഇനി മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നത്, അവിടെ നിൽക്കുമ്പോൾ ആ കർത്താവിന് മുമ്പിൽ എത്തിച്ച് ചോദിക്കണം, ഇതെന്താ ഇതെങ്ങനെ മനസ്സിലാകും, എനിക്ക് പറഞ്ഞു തന്നിട്ട് നീ പോയാൽ മതി. ഇങ്ങനെ സ്വാതന്ത്ര്യത്തോടെ മറിയം വാശി കാണിച്ചതുപോലെ ചോദിക്കുമ്പോൾ എല്ലാ എക്സ്പ്ലനേഷനും കിട്ടും. ഇനി എക്സ്പ്ലനേഷൻ മാത്രമല്ല, കുറച്ചും കൂടെ സ്ട്രെങ്തൻ ചെയ്യും, മുന്നോട്ട് പോകാൻ ശക്തി കിട്ടും, മറ്റാർക്കും കിട്ടാത്ത ഒരു കെയർ കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ വിചിന്തനം എല്ലാ വിശ്വാസികൾക്കും വേണ്ടിയിട്ടുള്ളതാണ്, എന്നെ കേട്ടിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. എപ്പോഴെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ ഓടിയെത്താൻ ഒരു ദൈവമുണ്ട് എന്ന് ഉള്ളിൽ സൂക്ഷിച്ചോളണം. സംശയങ്ങൾ നല്ലതാണ്, കറ നല്ലതാണ് എന്ന് നമ്മൾ പണ്ടൊരു പരസ്യത്തിൽ കേട്ടില്ലേ, അതുപോലെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.